ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ്. മക്കളെ, ഈ സോഷ്യോളജിയിൽ നമുക്ക് എന്തായാലും 30 മാർക്ക് ഒന്ന് സ്കോർ ചെയ്താലോ? 30 മാർക്ക് ഷുവർ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ? എന്നാവാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി പ്രോസസ് ഓഫ് സംസ്കൃതൈസേഷൻ അക്കോർഡിംഗ് ടു എം.എൻ. ശ്രീനിവാസ്. വാട്ട് ആർ ദ ലിമിറ്റേഷൻ ആൻഡ് ക്രിറ്റിസിസം ഓഫ് ദി കോൺസെപ്റ്റ്? എം.എൻ. ശ്രീനിവാസന്റെ അല്ലേ നമ്മുടെ സംസ്കൃതവൽക്കരണം കുറിച്ച് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ എന്താണ് സാൻസ്ക്രിതൈസേഷൻ? ദ ടേം സാൻസ്ക്രിതൈസേഷൻ വാസ് കോയിൻഡ് ബൈ, അതിന്റെ പേര് നിങ്ങൾ ഒരിക്കലും പഠിക്കാൻ മറക്കരുത് കേട്ടോ. എം.എൻ. ശ്രീനിവാസൻ ആണ്. 1952 അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റഡി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റഡിക്ക് പിന്നെ അദ്ദേഹം കൂർഗ് അല്ലെ, മൈസൂരിലെ കൂർഗിലെ കുറച്ച് വിഭാഗത്തെയാണ് അദ്ദേഹം എന്ത് ചെയ്യണത്, ഇതിന്റെ ഭാഗമായിട്ട് എടുക്കുന്നത്. ദെൻ ഇപ്പൊ സാൻസ്ക്രിതൈസേഷൻ എന്താണെന്ന് അറിയാലോ? താഴ്ന്ന ജാതിക്കാരുടെ വിശ്വാസ രീതികളെ താഴ്ന്ന ജാതിക്കാര് ഉയർന്ന ജാതിക്കാരുടെ വിശ്വാസ രീതികൾ, ആചാര അനുഷ്ഠാനങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതേപോലെ ഫോളോ ചെയ്യുന്നൊരു രീതിയാണ്. ദെൻ നമ്മുടെ ജീവിതശൈലി വരെ അല്ലെ, ഇപ്പൊ ഫുഡ് ഹാബിറ്റ്സ് വരെ ഒരുപോലെ എന്ത് ചെയ്യണം, അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ ഇന്ത്യൻ സമൂഹത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആഴത്തിൽ സ്വാധീനിച്ച പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നു. ഇത് നമ്മുടെ ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ഐഡിയോളജി, മ്യൂസിക്, ഡാൻസ്, ഡ്രാമ, സ്റ്റൈൽ ഓഫ് ലൈഫ് ആൻഡ് റിച്വൽസ് വരെ ഇതിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അല്ലെ, വിമർശകർ ഇതിനെ എതിർക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇവിടെ സംസ്കൃതവൽക്കരണം സാമൂഹിക ചലനാത്മക അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട്. താഴെ ജാതിയിൽപ്പെട്ടവർക്ക് ജാതി ശ്രേണിയുടെ ഉയർന്ന പടിയിലേക്ക് എത്താൻ കഴിയുമെന്നവർ വിശ്വസിക്കാൻ ശ്രമിച്ചു. എന്നാൽ സംസ്കൃതവൽക്കരണത്തിലൂടെ ഘടനാപരമായ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. വളരെ ചുരുക്കം ചില ആളുകളുടെ സ്ഥാനങ്ങളിൽ മാത്രമാണ് എന്ത് സംഭവിച്ചത്, മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. സംസ്കൃതവൽക്കരണം ഉയർന്ന ജാതിക്കാരുടെ ജീവിത രീതിയെ ഉയർന്നതായും താഴ്ന്ന ജാതിക്കാരുടേതിനെ ഹതമായും കണ്ടുവന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അസമത്വം, ബഹിഷ്കരണം എന്നിവയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മാതൃകയെ ന്യായീകരിക്കാനാണ് സംസ്കൃതവൽക്കരണം ശ്രമിച്ചിട്ടുള്ളത്. ഐത്തം, ശുദ്ധം എന്നീ സങ്കല്പങ്ങളിലുള്ള വിശ്വാസം തെറ്റല്ലെന്നും അഥവാ ന്യായീകരിക്കാവുന്നതാണ് എന്നും അത് നിർദ്ദേശിക്കുന്നുണ്ട്. സംസ്കൃതവൽക്കരണത്തിന്റെ ഫലമായി ഉയർന്ന ജാതിക്കാരുടെ ആചാരാനുഷ്ഠാനങ്ങൾ താഴ്ന്ന ജാതിക്കാർ സ്വീകരിക്കുകയും ഇത് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഒറ്റപ്പെടുത്തലിന് കാരണമായിട്ട് മാറുന്നുണ്ട്. അതേപോലെ ഉയർന്ന ജാതിക്കാർ ഫോളോ ചെയ്തിരുന്ന സ്ത്രീധന സമ്പ്രദായങ്ങൾ മറ്റു വിഭാഗങ്ങൾക്കെതിരായ ജാതി വിവേചനത്തിനും അത് കാരണമാകുന്നുണ്ട്. ദെൻ സംസ്കൃതവൽക്കരണത്തിന്റെ ഫലമായി ദളിത് സംസ്കാരം, അവരുടെ ഒരു കൾച്ചർ, അവരുടെ ഒരു ആർട്ട് ട്രഡീഷൻ അല്ലെ നശിപ്പിക്കപ്പെടുന്നുണ്ട്. ദെൻ അതുവരെ താഴ്ന്ന ജാതിക്കാർ ചെയ്തിരുന്ന ജോലിയുടെ മൂല്യം വീണ്ടും താഴോട്ട് പോവുകയാണ് ചെയ്തത്. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ദ സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പ്രധാന സാമൂഹിക പ്രത്യാഘാതങ്ങൾ നമുക്ക് എക്സാമിന് ഷുവറായിട്ടും ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ അറിയാലോ, 1960-70കളിലാണ് നമ്മുടെ അഗ്രികൾച്ചർ മേഖലയിലുള്ളൊരു മോഡേണൈസേഷനായിട്ട് കൊണ്ടുവന്നതാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഇവിടെ കാർഷിക സമ്പ്രദായത്തിൽ ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ HYV സീഡ്സ്, ഹൈ ഹീൽഡ് സീഡ്സ് ലഭ്യമാക്കിയ അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായത്തോടെയാണ് നമ്മൾ ഇത് ആരംഭിക്കുന്നത്. കർഷകർക്ക് എങ്ങനെ ഇത് യൂസ് ചെയ്യണം അതിനുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോടൊപ്പം കീടനാശിനിയും അതുപോലെ വളങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ നൽകുന്നുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ HYV സീഡ്സുകൾ കൃഷിക്ക് ധാരാളം വെള്ളം നല്ല വെള്ളം ആവശ്യമായിരുന്നു. അപ്പോൾ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറിഗേഷൻ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിനാൽ ശരിയായ ജലസേചന സൗകര്യമുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് ഹരിത വിപ്ലവം കൊണ്ടുവന്നത്. ഹരിത വിപ്ലവം ആരംഭിച്ച പ്രദേശങ്ങൾ പെട്ടെന്നുള്ള സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങൾക്ക് കാരണമാവുകയും കൃഷി ദ്രുതഗതിയിൽ വികസിക്കുകയും ചെയ്യുന്നുണ്ട്.
ഹരിത വിപ്ലവം ഇന്ത്യയിലെ കൃഷിയെയും ഗ്രാമസമൂഹത്തെയും വലിയ രീതിയിൽ മാറ്റിമറിക്കുന്നുണ്ട്. ഇതിന് നല്ലതും ചീത്തതുമായ സാമൂഹിക പ്രത്യാഘാതങ്ങളും ഉണ്ടായിട്ടുണ്ട്. അടുത്തത് ഈ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. ഓക്കെ, കൃഷി ഉൽപാദനം വർദ്ധിക്കുന്നുണ്ട്. കാരണം HYV സീഡ്സ് അല്ലെ, അതുപോലെ രാസവളങ്ങൾ, കീടനാശിനികൾ, ജലസേചന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തതോടെ വിളകൾ ഡബിളായിട്ട് വരികയും നമ്മുടെ ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഗ്രോത്ത് ഓഫ് റിച്ച് ഫാർമർ ക്ലാസ്. ഓക്കെ, സമ്പന്ന കർഷക വർഗത്തിൻ്റെ വളർച്ച ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. ദെൻ ഇൻക്രീസ് ഇൻ സോഷ്യൽ ആൻഡ് ഇക്കോണമിക് ഇനീക്വാലിറ്റി. സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ചേഞ്ച് ഇൻ റൂറൽ പവർ സ്ട്രക്ചർ. ഓക്കെ, നമ്മുടെ ഗ്രാമത്തിൻ്റെ അധികാര ഘടനയിൽ തന്നെ അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ റീജിയണൽ ഇംബാലൻസ്, പ്രാദേശിക അസമത്വങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെന്ത് നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് റോൾ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു ദെയർ അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ഗ്രാമവികസനത്തിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പങ്ക് ചർച്ച ചെയ്യുക, അവയുടെ ഭരണപരവും സാമ്പത്തികവും സാമൂഹികവുമായ ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്യുക, പരാമർശിച്ച് വിശദീകരിക്കുക. അറിയാലോ, നമ്മുടെ പഞ്ചായത്ത് രാജ് അല്ലെ, ഗ്രാമീണ വികസനത്തിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഭരണഘടനയുടെ 73ാം ഭേദഗതി ഇവയ്ക്ക് വ്യക്തമായിട്ടുള്ള ഭരണപരവും ധനകാര്യപരവും സാമൂഹ്യമായ ഉത്തരവാദിത്തങ്ങളും അത് നൽകുന്നുണ്ട്. അതിന് ഫസ്റ്റ് വൺ ഈസ് ദി അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, ഇതിൽ പറയുന്നുണ്ട് ഗ്രാമത്തിലെ റോഡുകളെ, കുടിവെള്ളം, സ്ട്രീറ്റ് ലൈറ്റ് അല്ലെ പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന പഞ്ചായത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വാർഷിക വികസന പദ്ധതി തയ്യാറാക്കൽ, അതുപോലെ ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമ സേവനങ്ങൾ എന്നിവ ഏറ്റെടുക്കൽ. രണ്ടാമതായിട്ട് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്, ധനകാര്യ ഉത്തരവാദിത്തങ്ങളാണ്. വാർഷിക ബജറ്റ് തയ്യാറാക്കൽ, അക്കൗണ്ടുകൾ സൂക്ഷിക്കൽ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ദെൻ അടുത്തതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നുള്ള വികസന ഫണ്ട് ശേഖരിക്കലും പഞ്ചായത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ നാട്ടു താല്പര്യമുള്ള നികുതികൾ, അത് നമ്മളിപ്പോൾ ഈ കെട്ടിട നികുതി കടക്കൂലേ, യെസ്, അത് ഫീസ്, സർവീസ് ചാർജുകൾ എന്നിവ വഴി വരുമാനം സമാഹരിക്കലും ഇവരുടെ അധീനതയിൽ വരുന്നതാണ്. അടുത്ത സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി SC ST അതുപോലെ തന്നെ OBC എന്നിവർക്ക് ലഭിക്കേണ്ട വികസന നേട്ടങ്ങളെ ഉറപ്പുവരുത്തൽ, ഗ്രാമസഭയുടെ മുഖേന ജനങ്ങൾക്ക് നേരിട്ടുള്ള പങ്കാളിത്തം നൽകൽ, ആരോഗ്യം, പോഷണം, വനിതാ ശാക്തീകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കലും പഞ്ചായത്തിൻ്റെ അധീനതയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് എക്സ്ട്രായും പോയിന്റ് നിങ്ങൾക്ക് അറിയാവുന്ന ആഡ് ചെയ്തിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡിഫൈൻ റീജിയണലിസം. Then evaluate its causes and consequences in the Indian context. പ്രാദേശികവാദം നിർവചിക്കുക, ഇന്ത്യൻ സാഹചര്യത്തിൽ അതിൻ്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും എന്ത് ചെയ്യുക, വിലയിരുത്തുക. അപ്പോൾ റീജിയണലിസം മീൻസ് സ്ട്രോങ് love and loyalty toward one's own region. People feel connected because of common language, culture, history, economic interest. Sometimes they demand more power or development of their region. പ്രാദേശികത എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് തൻ്റെ സ്വന്തം പ്രദേശത്തോടുള്ള ശക്തമായ സ്നേഹവും ഒരു തിരിച്ചറിവുമാണ് എന്ത് റീജിയണലിസം എന്ന് പറയുന്നത്. ഇവിടെ അവൻ്റെ ഭാഷ, സംസ്കാരം, ചരിത്രം അല്ലെങ്കിൽ അവൻ്റെ സാമ്പത്തിക ആ പ്രദേശത്തിൻ്റെ സാമ്പത്തിക കാരണങ്ങൾ കൊണ്ടാവാം ചിലപ്പോൾ ആ ഒരു ഇഷ്ടം തോന്നുന്നുണ്ടാവുക. അടുത്തത് ഇതിൻ്റെ റീസൺസ് ആണ്. ഓക്കെ, കോസസ് ഓഫ് ദി റീജിയണലിസം ഇൻ ഇന്ത്യ. ഫസ്റ്റ് വൺ ഈസ് ലാംഗ്വേജ് ഡിഫറൻസ് ആണ് അല്ലേ. പീപ്പിൾ സ്ട്രോങ്ലി ഐഡൻറ്റിഫൈ ദെയർ മദർ ടങ്. ഫോർ എക്സാമ്പിൾ
തമിഴ്, മലയാളം, അല്ലെ, ബംഗാളി അല്ലെങ്കിൽ മാസാമി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, മറാത്തി എന്ന് പറയുന്ന പോലെ. ഓക്കെ, ദെൻ കോൺസിക്വൻസസ് ഓഫ് സോഷ്യൽ റീജിയണലിസം. അതിൻ്റെ പോസിറ്റീവ് എഫക്റ്റും ഉണ്ട്, നെഗറ്റീവ് എഫക്ട്സും ഉണ്ട്. പോസിറ്റീവ് എഫക്ട്സിൽ ഇംപ്രൂവ് ഡെവലപ്മെൻറ്റ്, വികസനം മെച്ചപ്പെടുത്തുന്നുണ്ട്. പ്രൊട്ടക്റ്റ് കൾച്ചർ, ആ പ്രദേശത്തിൻ്റെ സംസ്കാരത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ ട്രീറ്റ് ടു നാഷണൽ യൂണിറ്റി, ദേശീയ ഐക്യം ദുർബലമാക്കുന്നുണ്ട്. ഇൻ്റർ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റ്, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാവാതെ ഒരു റീസണ് ആവാറുണ്ട്. വയലൻറ്റ് മൂവ്മെൻറ്റ്സ്, ആക്രമണപരമായ പ്രസ്ഥാനങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ദ കോൺസെപ്റ്റ് ഓഫ് മൈനോറിറ്റി റൈറ്റ് ഇൻ ഇന്ത്യ ആർ ദ ഇമ്പോർട്ടൻറ്റ് ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. ഇന്ത്യയിലെ ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന ആശയം വിശദീകരിക്കുക. ഒരു ജനാധിപത്യ സമൂഹത്തിൽ അവ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ മൈനോറിറ്റി റൈറ്റ്സ് എന്ന ടോപ്പിക് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കുക കേട്ടോ. നോക്കാം. Minority rights are special protection given to groups that are numerically smaller or socially disadvantaged in a society. Then സമൂഹത്തിൽ സംഖ്യാപരമായി ചെറിയതോ സാമൂഹികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നതോ ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് നൽകിയിട്ടുള്ള ഒരു പ്രത്യേക സംരക്ഷണമാണ് എന്ത്, മൈനോറിറ്റി റൈറ്റ്സ്. ഇൻ ഇന്ത്യ മൈനോറിറ്റീസ് മെയിൻലി ഇൻക്ലൂഡ് റിലീജിയസ് മൈനോറിറ്റീസ് ഉണ്ട്, അതുപോലെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് സെവറൽ strategies to protect their identity, culture and equality. ഇവരുടെ സംസ്കാരവും തിരിച്ചറിവും സംരക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടന നിരവധി വ്യവസ്ഥകൾ നൽകിയിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ ഇൻക്ലൂഡ്, ഓക്കെ, അപ്പോൾ അതിൽ നമുക്കൊരു ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആർട്ടിക്കിൾ 29 പ്രൊട്ടക്റ്റ് ഓഫ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 30 റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് to establish and manage their own educational institutions. Article 14 and 15 equality before law and protection against discrimination. Article 350A and 350B safeguard for linguistic minorities. അപ്പോൾ ഈ ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, മൈനോറിറ്റി റൈറ്റ്സ് കൊണ്ടുള്ള പ്രാധാന്യമാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ സംസ്കാരവും തിരിച്ചറിവും എന്ത് ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. വിവേചനവും ചൂഷണവും ഇതുവഴി ഒഴിവാക്കുന്നുണ്ട്. സമത്വവും നീതിയും ഉറപ്പാക്കുന്നുണ്ട്. അതുപോലെ എല്ലാ വിഭാഗങ്ങൾക്കും ഉൾക്കൊള്ളാനും അനുഭവപ്പെടുന്നത് വഴി ദേശീയ ഐക്യം ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, ഓരോന്നും നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ദെൻ നമ്മൾ ഈ ടോപ്പിക്സ് നിങ്ങൾ ഫുള്ളായിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സോഷ്യോളജിയിൽ പാസ്സാകാം. ഓക്കെ, ജസ്റ്റ് പാസ് മാത്രം മതിയോ? പറ്റില്ല. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പഠിച്ചാലും നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ആ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.